പ്രപഞ്ചം എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത്. ആ കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ യാതൊരു കാര്യവും ജീവിതത്തിൽ മാറ്റം കാണുന്നില്ല. സാർ, ഞാൻ എത്ര കാലം മുതൽ എഫേർട്ട് ഇട്ട് തുടങ്ങിയാണ്. USSനും LSSനും പഠിച്ചപ്പോൾ പോലും എന്റെ അത്ര പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾക്ക് അത് കിട്ടി. പിന്നീട് ഞാൻ ഹൈസ്കൂളിലെത്തി, SSLCയിൽ എന്നെക്കാ പഠിക്കാത്ത കുട്ടികൾക്ക് എന്നെക്കാ A+ കിട്ടി. +2 എന്നെക്കാ പഠിക്കാത്ത കുട്ടികൾക്ക് എന്നെക്കാ A+ കിട്ടി. ഈ പ്രപഞ്ചത്തിൽ എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് കുറെ ആലോചിച്ചു. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനത്തെ കുറെ ലോഗുകളൊക്കെ കാണാറുണ്ട്. ഈ കുട്ടികളുടെ പൊതുബോധങ്ങളൊക്കെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടോന്നൊക്കെയാണ് ആ കുട്ടി കാര്യമായിട്ട്. ഞാൻ ഭയങ്കര ആദ്യം പറഞ്ഞപ്പോൾ തമാശക്ക് പറയുന്നത് വിചാരിച്ചു. പിന്നീട് ഇന്റർവെല്ലിനൊക്കെ വന്ന് എന്നോട് ഭയങ്കരമായി സംസാരിച്ച് കുട്ടീന്റെ ലൈഫിൽ നടന്ന കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ആ കുട്ടി എന്നോട് പറയുണ്ടായി. ശരിക്കും ഒരു ലോജിക്കൽ റീസണിങ്ങിന്റെ കുറവാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നമുക്കെല്ലാം എതിരാ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഓട്ടോറിക്ഷ പിടിക്കാൻ നിൽക്കുവാണെങ്കിൽ ഓട്ടോ വരുന്നേ ഇല്ല. എതിർ ദിശയിലൊക്കെ കുറെ ഓട്ടോ പോകുന്നുണ്ട്, എനിക്ക് പോകേണ്ടടുത്തൊക്കെ ഓട്ടോ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിന്റെ ഒരു നമ്മുടെ ലോജിക്കിന്റെ നമ്മുടെ ഒരു ലോജിക്ക് വർക്ക് ചെയ്യണത് ആ രൂപത്തിലാണ് ശരിക്കും. കാരണം നമുക്കിപ്പോ ഒരു ഓട്ടോ കിട്ടിയെന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മൾ ആ ഓട്ടോയിൽ കയറി പോവാണ്. അപ്പം എതിർ ദിശയിൽ പിന്നെ എത്ര ഓട്ടോ വരുന്നുണ്ടെന്ന് നമ്മൾ എണ്ണാൻ നിൽക്കൂല. നമുക്ക് ഓട്ടോ കിട്ടാതെ അവിടെ നിൽക്കുന്ന സമയത്ത് എതിർ ദിശയിൽ വരുന്ന ഓട്ടോകൾ നമ്മളെ കണ്ണിൽ ഇങ്ങനെ പെടുകയും ചെയ്യും. മറ്റേ ഡയറക്ഷനിലാണല്ലോ ഈ ഓട്ടോ പോണത്, എനിക്ക് പോകുന്ന ഡയറക്ഷനിൽ വരുന്നില്ലാലോ. അതായത് നെഗറ്റീവായ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മൈൻഡ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അല്ലാണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ, ഇപ്പൊ ഒരാൾക്ക് കാറുണ്ട് വിചാരിക്കുക, പിന്നെ അയാൾ ബൈക്കിൽ പോകുന്ന ആൾക്കാരെ ഭയങ്കര ശ്രദ്ധിക്കുകയോ അയ്യോ അവർ ബൈക്കിലാണല്ലോ പോകുന്നത് അങ്ങനെ നോക്കാൻ നിൽക്കില്ല. അയാൾ അതിന്റെ മുകളിലേക്കുള്ള കാറുകളും അതിനപ്പുറത്തേക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്യുക. അത് നമ്മളെ മൈൻഡിന്റെ ഒരു ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മ്യൂസിക് ഇട്ട് വരുന്ന ലോകളിലൊക്കെ പ്രചോദിതരായി കുറെ കുട്ടികൾ ഇത് എന്റെ പ്രശ്നമല്ല, ഇതെന്തോ യൂണിവേഴ്സ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയില്ല. പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്ത് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത്. പിന്നെ ലക്കൊക്കെ ചില പ്രധാനപ്പെട്ട ഫാക്ടറാണോ ചോദിച്ചാൽ ആണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ടൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.